സൂര്യന് 7 കുതിരകളാണുള്ളത്. സൂര്യഭഗവാൻ, അതായത് വേദങ്ങളിലും പുരാണങ്ങളിലും. ഏത് വേദത്തിൽ ഏത് പുരാണത്തിലാ വിഷ്ണു വായിച്ചത് ഇത്? എനിക്ക് തോന്നുന്നു അഥർവവേദത്തിലാണെന്ന് തോന്നുന്നു. അതിലെ സൂക്തങ്ങൾ പഠിക്കുന്ന സമയത്ത് മണ്ഡലം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാണ്ഡവും കൃത്യമായിട്ട് ഓർമ്മയില്ല. അതില് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് എക്സാക്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എങ്കിലും പറയാണ്. അതായത് ആ 7 കുതിരകളുടെ പേര് ഗായത്രി, ബൃഹതി, പങ്ക്തി, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്. അതായത് നമ്മുടെ അതായത് ഛന്ദസ്സിനെ രസിക്കുമല്ലോ നമ്മള് പൂജകളോ അല്ലെങ്കിൽ ആരാധനകളോ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ഛന്ദസ്സുകളുടെ പേരാണത്. അതായത് നമ്മള് മന്ത്രം ചൊല്ലുന്നതിന്റെ മീറ്റർ, അപ്പൊ അല്ലെ ധ്യാനിക്കുന്നതിന്റെ മീറ്റർ. അപ്പോ ഇതേപോലെ ഓരോ ദേവതമാർക്കും കൊടുക്കുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ആയുധങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കളറോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഹിഡൻ ആയിട്ടുള്ള മീനിങ് അതിൽ ഋഷിവര്യന്മാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പോ നമ്മള് പുരാണങ്ങളോ അല്ലെങ്കിൽ വേദങ്ങളോ വായിക്കുന്നത് യഥാർത്ഥത്തില് അവരുദ്ദേശിക്കുന്ന ആ അർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊരു മിത്തിക്കൽ സ്റ്റോറി പോലെ വായിച്ചു പോകും? അങ്ങനെയാണോ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലങ്ങളായിട്ട്? ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഓരോരാളുടെയും ലെവൽ അനുസരിച്ചിട്ടാണ് അവർ എത്രത്തോളം മനസ്സിലാക്കുക എന്നറിയാം. 7 വർണ്ണങ്ങളാണ്, സപ്ത വർണ്ണങ്ങൾക്കുള്ള റെപ്രസെന്റേഷൻ ആണ് സൂര്യന്റെ. നമ്മളിപ്പോ വിബ്ജിയോർ എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു വരുന്നതിന് എത്രയോ കാലം മുമ്പ് 7 കുതിരകളുടെ റെപ്രസെന്റേഷൻ. അതിന് കളർ പോസിബിൾ ആണ്, അതില് ഓരോ ഛന്ദസ്സിന്റെയും മീറ്ററുകൾ പോസിബിൾ ആണ്. കാരണം എല്ലാ അറിവുകളുടെയും സ്രോതസ്സാണ് സൂര്യൻ എന്നാണ്. അപ്പൊ ആ അറിവുകളുടെ സ്രോതസ് എന്ന് പറയുന്നത് അതിൽ നിന്നല്ലാതെ വ്യാകരണമോ ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ ആ സാധ്യതകളൊക്കെ വെച്ചിട്ടാണ് ഇതിന് ഓരോ ഛന്ദസ്സുകളുടെ പേര് കൊടുക്കുന്നത്. അത് ഓരോ കവികളും ഓരോ ഇന്റർപ്രിറ്റേഴ്സും അവരവരുടേതായ തരത്തിലാണ് വ്യാഖ്യാനിക്കുക. ഇനി 2 തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഒന്ന് സാത്വികമായിട്ടുള്ള വേദിക് റിച്വൽസിനെ മാത്രം വിശ്വസിക്കുന്നവര്. അവര് ഋഗ്, യജുർ, സാമം മാത്രമേ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ വിഷ്ണു പറഞ്ഞ സമയത്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഥർവവേദം ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് പ്രത്യേകിച്ച് കാരണമുള്ളത് അഥർവവേദം ഈ ഗ്രൂപ്പ് പെട്ടിട്ടുള്ളതല്ല. അഥർവവേദം കുറച്ചും കൂടി താമസികമോ രാജസികമോ ആണ്. ഞാൻ വിശ്വസിച്ചു വരുന്ന, ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളതൊക്കെ മിക്കവാറും ഋഗ്വേദ, യജുർവേദ, സാമവേദങ്ങളിലാണ്. അപ്പോൾ അഥർവവേദികളുടെ സ്ഥലത്തും പോവുകയും റിച്വലിന് പങ്കെടുക്കുകയും ഹുബ്ലിയിലൊക്കെ വലിയ സംഭവങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്തരം ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമാണ്, പക്ഷെ ഞാൻ സാധാരണ അത്തരം സംഭവങ്ങൾ ഇപ്പം മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്ന ചില സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയിൽ മാച്ച് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നതിനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ എവിടെയാ വായിച്ചതെന്ന്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസും പഠനവും മാറും. അപ്പൊ ഞാൻ അത് വായിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ അത് വായിച്ചിട്ടില്ല. അപ്പൊ അഥർവവേദം ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. അഥർവവേദത്തിലും ഇതിനെക്കുറിച്ച് പറഞ്ഞ മിക്കവാറും വേദങ്ങള് അഥർവവേദമാണോ ആദ്യം വന്നത്, പിന്നെ റിഫൈൻഡ് ആണോ ഋഗ്വേദം, യജുർവേദം എന്നും, ആദ്യം വന്നത് ഈ സാത്വികമാണ്, പിന്നെയാണ് അഥർവവേദം വന്നു എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഏറ്റവും സൂര്യനിൽ കാണുന്നത് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളത് ഋഗ്വേദത്തിന് ശേഷമാണ്. അപ്പൊ അഥർവവേദം അതിന് മുമ്പാവാനാണ് സാധ്യത എന്നാണ് പറയുക. കാരണം ഏറ്റവും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള നോളജ് അല്ല അഥർവവേദം, അത് കുറച്ചും കൂടി നോൺ റിഫൈൻഡ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് കുറെ വായിക്കുക, എന്നിട്ട് അവനവന് ഇഷ്ടമുള്ളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരോ ഇന്റർപ്രിട്ടേഷൻസും അവനവന്റെ ഇഷ്ടപ്രകാരം ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. അത് വേറെ ആരെങ്കിലും ഞാൻ എന്താ പറയണത് എന്നറിയേണ്ട കാര്യമില്ല. അറിവിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുന്ന കൂട്ടത്തില് അതെ ഞാനും അത് തന്നെ പറഞ്ഞത്. പക്ഷെ അത് ഓരോരാളുടെയും ഇന്റർപ്രിട്ടേഷൻസ് വായിക്കുക. ആ ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ഞാൻ ഒറിജിനൽ ഒന്നും വായിക്കാത്ത ഒരാളാണ്. ഞാൻ അഥർവവേദവും വായിച്ചിട്ടില്ല, ഋഗ്വേദവും വായിച്ചിട്ടില്ല, സാമവേദവും വായിച്ചിട്ടില്ല, യജുർവേദം. ഇത് വായിച്ചവരുടെ കൂടെ നടക്കാനും അവർ പറഞ്ഞത് കുറച്ചൊക്കെ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെയൊക്കെ ഇന്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി, ഗുഡ് ഇനഫ്.